ഹായ് എവ്രിവൺ. സോ നമ്മളിന്ന് റീഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മലയാളം നാളുകളുണ്ട് അല്ലേ, അശ്വതി ഭരണി തൊട്ടിട്ട് ലാസ്റ്റ് രേവതി വരെ. അപ്പോൾ ഈ ഒരു നാളുകൾക്കും ഒരു 2 കാർഡ്സ് വെച്ച് എടുത്തിട്ട് എന്താണ് നിങ്ങളുടെ ജനറൽ റീഡിംഗ് എന്ന് നോക്കാം. ആദ്യമായിട്ടാണ് നമ്മൾ സോഡിയക് സയൻസ് നമ്മൾ ചെയ്യാറുണ്ട്. നാളുകൾ ഇത്രയും 28 നാളുകൾ ഒരുമിച്ച് ഞാൻ ചെയ്തിട്ടില്ല. ഫോർ ദ ഫസ്റ്റ് ടൈം. ഓക്കെ, സോ ഐ ഫീൽ ലൈക്ക് ഡൂയിങ് കേട്ടോ. എനിക്ക് ചെയ്യാൻ തോന്നിയത് കൊണ്ടാണ് ചെയ്യുന്നത്. ഓക്കെ, കുറേ പേരിങ്ങനെ മെസ്സേജ് കാണാം, ചേച്ചി ഈ നാൾ എപ്പോഴും നാളുകൾ പറയും. ഞാൻ സോഡിയക് സയൻസ് ആണ്, ഒന്നുകൂടി ഈസി സോഡിയക് സയൻസ് ആണ്. അത് ഫയർ സൈൻ, എയർ സൈൻ, വാട്ടർ സൈൻ, എർത്ത് സൈനിൽ നമുക്ക് അതിനനുസരിച്ച് വരും. പക്ഷെ കുറേ പേർക്ക് നോക്കാനൊന്നും അറിയാത്തവരുണ്ട്. അപ്പോൾ അവർക്കുള്ള മെസ്സേജ് ഫസ്റ്റ് നമ്മൾ അശ്വതി എടുക്കാം. അശ്വതിക്ക് വരുന്ന മെസ്സേജ് എന്താ, ഈ ഒരു കാർഡ് നിൽക്കുന്നു. അശ്വതി നാളുള്ളവർക്കുള്ള ഗൈഡൻസ്. സോ 2 കാർഡ് എടുക്കാം. അശ്വതി നാള് ഉള്ളവർ ശ്രദ്ധിക്കുക, ബിക്കോസ് നിങ്ങളുടെ ലൈഫിലൊരു പുതിയ ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു പുതിയ ആക്ഷൻ എടുക്കേണ്ട മൂഡ് വരുന്നുണ്ട്. കാരണം നിങ്ങൾ എന്തോ കാര്യം കൊണ്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നു, വേദനിക്കുന്നു, ബുദ്ധിമുട്ടുന്നു, രാത്രി ഉറക്കമില്ല, ഡിസ്റ്റർബൻസസ് ഓഫ് സ്ലീപ്പൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം ലൈഫിലൊരു ആക്ഷൻ എടുക്കേണ്ട ടൈമാണ് വരുന്നത്. നന്നായിട്ട് ആക്ഷൻ എടുക്കാൻ മാക്സിമം നിങ്ങൾ ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് നിങ്ങൾ ചതിക്കപ്പെട്ട എനർജി, നിങ്ങൾ ആരോ ചീറ്റ് ചെയ്തു. നിങ്ങൾ ഇത്ര നാൾ വിചാരിച്ചിട്ടുണ്ടാകുന്നത് ഇത് അങ്ങനെയല്ല സിറ്റുവേഷൻസ് ആണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, യു ബീൻ ചീറ്റഡ് ഫ്രം ദാറ്റ് യുവർ ബിലോഡ് പേഴ്സൺ, അല്ലെങ്കിൽ കരിയറിൽ നിന്നായിരിക്കാം. എവിടെ നിന്ന് നിങ്ങൾക്ക് ചീറ്റിംഗ് എനർജി കിട്ടുന്നതായിട്ട് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ദ മൂൺ കാർഡ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അശ്വതി നാള് ചൂസ് ചെയ്തവർ അല്ലെങ്കിൽ അശ്വതി നാളുള്ളവർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയുന്നത് ഡോണ്ട് വറി, നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ചേഞ്ച് വരുന്നുണ്ട്. ആദ്യം ഒരു വലിയ പെയിൻ ഉണ്ടായിരിക്കും, അതിനുശേഷമായിരിക്കും ചേഞ്ച് വരുന്നതായിട്ട് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഫോർ അശ്വതി സോഡിയക് സൈൻ. സോ ടേക്ക് ആക്ഷൻ എടുക്കുക, അതാണ് മെയിൻ പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഫോർ ഭരണി. ഓക്കെ, നെക്സ്റ്റ് ഭരണി നാള് ഉള്ളവർക്ക് 2 മെസ്സേജസ് വന്നിട്ടുണ്ട്. ഹൈ പ്രീസ്റ്റസ് ആൻഡ് 7 ഓഫ് പെൻറ്റക്കിൾസ്. ഹൈ പ്രീസ്റ്റസ് എന്ന കാർഡ് പറയുന്നത് നിങ്ങൾക്ക് എന്താണ്, കൂടുതൽ ലേണിംഗ്, പഠനത്തിന് ഹയർ സെൽഫ് അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിന് പോകാനൊക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഒരുപാട് പറ്റുമെന്ന് പറയുന്നുണ്ട്. 7 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടും നിങ്ങൾക്ക് സമ്പത്ത് വളരെ കുറവായിട്ടാണ് വരുന്നത്. സോ നിങ്ങളോട് പറയുന്നത് കൂടുതൽ ദൈവവിശ്വാസം അല്ലെങ്കിൽ ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യാനാണ് പറയുന്നത്. കണ്ടോ, ആ ഒരു ഡിവൈൻ എനർജിയുമായിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. അതുപോലെ നിങ്ങൾ കൂടുതൽ അറിവുകൾ സമ്പാദിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, വേദന വരുന്നത് അറിവ് കുറയുമ്പോഴാണ്. അറിവെന്ന് ഉദ്ദേശിക്കുന്നത് വിസ്ഡം, ജ്ഞാനം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നും കൂടെ പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കാർത്തിക നക്ഷത്രം ഉള്ളവർക്കുള്ള മെസ്സേജ് 10 ഓഫ് കപ്സ് ആണ് പറയുന്നത്. നിങ്ങൾക്ക് നല്ലൊരു ദാമ്പത്യം, ഒരു ലൈഫ് വരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ ഒരു കൺട്രോളിങ് ആയിട്ടുള്ള, ഒരു ഫെമിനിൻ ആയിട്ടുള്ള ഒരു എനർജി, അല്ലെങ്കിൽ മാസ്കുലിൻ ആണെങ്കിലും ഒരു ഫെമിനിൻ എനർജി കാണിക്കാനുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങൾ ഓവറായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, ഓവറായിട്ട് കമാൻഡ് ചെയ്യുക. നിങ്ങൾ നല്ല ലൈഫ് പോകുന്നത് തകർക്കാൻ നോക്കുന്ന സിസ്റ്റർ ഇൻലോസ് ആയിരിക്കാം, മദർ ഇൻലോ ആയിരിക്കാം. അങ്ങനെ ഒരു എനർജി കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് നല്ലൊരു ഫാമിലി ലൈഫ് ഉണ്ട്, പക്ഷെ അതിനെ ചെറുതായിട്ടൊന്ന് ബാധിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. സോ നിങ്ങൾക്ക് പാർട്ട്ണർഷിപ്പ്, നിങ്ങൾക്ക് പുറത്തേക്ക് പോകാനൊക്കെ പറ്റുന്ന ഒരു ഓപ്ഷൻസ് വരുന്നുണ്ട്. സോ അത് നിങ്ങൾക്ക് ഗ്രാബ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ഫാമിലി ലൈഫിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതാണ് നമുക്ക് കാർത്തികയ്ക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് നമ്മളുടെ കാർത്തിക രോഹിണിയാണോ നെക്സ്റ്റ്. രോഹിണിക്കാർ നല്ല രീതിയിലുള്ള തടസ്സത്തിലും കഷ്ടപ്പാടിലാണ്, ഒബ്സ്റ്റക്കിൾസാണ്. നമുക്ക് 7 ഓഫ് വാൻസ് ആൻഡ് 9 ഓഫ് വാൻസ് ആണ്. എത്ര ഹീൽ ചെയ്യാനും എത്ര ഉയരാൻ നോക്കിയാലും അവിടെ ഒരു തടസ്സം വരികയാണ്. കണ്ടോ, ഒന്നും പറ്റാത്തൊരവസ്ഥ. ഒരു വഴി അടയും അടുത്ത വഴി തുറക്കും എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് വരുന്ന വഴികളൊക്കെ തടസ്സങ്ങളായിരിക്കും. സോ 9 ഓഫ് വാൻസും ആൻഡ് 7 ഓഫ് വാൻസ് ആണ് കാണിക്കുന്നത്. അത്രയും ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ആൾക്കാരെയാണ് കാണിക്കുന്നത്. പക്ഷെ വിഷമിക്കേണ്ട, നിങ്ങളുടെ ആ ഒരു ടൈം, ഒരു കാർമിക് ക്ലിയറൻസിൻ്റെ സമയം കഴിയുന്നതനുസരിച്ച് അത് മാറും എന്നാണ് പറയുന്നത്. അതിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വെളിച്ചം കിട്ടാനുള്ള ചാൻസസും കാണിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, 444. സോ കിങ് ഓഫ് വാൻസ് ഉണ്ട്. പാസ്റ്റ് കാര്യങ്ങൾ മാക്സിമം റിലീസ് ചെയ്യാനും മറക്കാൻ ശ്രമിച്ചിട്ട് അവർക്ക് ഫോർഗിവ്നെസ് കൊടുക്കാം. ഓക്കെ,
സോ ദാറ്റ്സ് ഫോർ രോഹിണി. നെക്സ്റ്റ് മകീരം നാളുകൾക്കുള്ളത്. മകീരം നാളുകളുടെ പറയുന്നത് നിങ്ങൾ കുറച്ച് പൊസസീവ്നെസ്സും സെൽഫിഷ് ആ ഒരു ക്യാരക്ടർ കാണിക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ സ്ട്രഗിളിലൂടെ ഒരു ദാരിദ്ര്യം അങ്ങനത്തെ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കും. അത് മാറുന്നതായിട്ട് കാണുന്നത്. നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ ഇല്ലേ എല്ലാവർക്കും കൊടുക്കാൻ ഇഷ്ടമില്ല, നിങ്ങൾക്ക് മാത്രം കൂട്ടി വെക്കണം, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി അത് ഒട്ടും നല്ലതല്ല കേട്ടോ. അതൊന്നും നിങ്ങൾ വേണ്ടാതെ വയ്ക്കുക. എല്ലാവർക്കും കൊടുക്കാനും വാങ്ങാനുമുള്ളൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള മൈൻഡ് ക്രിയേറ്റ് ചെയ്യുക. കാരണം 4 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങൾ സെൽഫിഷ് ആവാതിരിക്കുക. അറ്റാച്ച്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അറ്റാച്ച്മെൻറ്റ് കുറയ്ക്കാൻ മാക്സിമം ശ്രമിക്കുക. ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ് കണ്ടോ. ഒന്നും കൊടുക്കാൻ ഇഷ്ടം കാലുകൊണ്ടും തലയിലും ചവിട്ടി പിടിച്ച് വെക്കുന്നതായിട്ടാണ് കാണുന്നത്. പ്ലീസ് കൈൻഡ്ലി ഡിറ്റാച്ച്മെൻറ്റ് പഠിക്കുക കേട്ടോ. ഓക്കെ, അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഇനി മകീരം നമ്മൾ പറഞ്ഞു. തിരുവാതിര നാളുള്ള മെസ്സേജാണ്. തിരുവാതിര എന്ന് പറയുന്ന ആൾക്ക് ഡബിൾ മൈൻഡാണ് ആൻഡ് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്. എന്ത് ചെയ്യുമ്പോൾ 2 മനസ്സാണ്. അത് ചെയ്യണോ ഇത് ചെയ്യണോ അത് ചെയ്യണോ അങ്ങനത്തെ ഒരു മൈൻഡ് കാണിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള മനസ്സിലേക്ക് എത്തുക. ആദ്യം നിങ്ങൾ സ്റ്റേബിൾ ആവുക, എന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ വരുന്ന പല കാര്യങ്ങളും തീരുമാനം എടുക്കാൻ പറയുന്നുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആവേണ്ട, നിങ്ങൾക്ക് അത്രയും രാജ്ഞി ആവേണ്ട ഒരു എനർജിയാണ്. അത് നിങ്ങളുടെ തെറ്റായിട്ടുള്ള തീരുമാനം എടുത്തിട്ട് ആ ഒരു വരുന്ന ധനം അല്ലെങ്കിൽ വരുന്ന നല്ല രാജ്ഞിയായിട്ടുള്ള ലൈഫിനെ നിങ്ങൾ തന്നെ തട്ടിത്തെറിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സോ പ്രോപ്പർ ചിന്തയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറയുന്നുണ്ട്. സോ തിരുവാതിരക്കാർ കുറച്ചും കൂടി ചിന്തകളിൽ തോട്ട്സിനൊന്ന് ശ്രദ്ധിക്കുക. ഓവർ തോട്ട്സ് അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് കൂടുതലും വരുന്നു. ജഗ്ലിംഗ് തോട്ട്സ് ആണ്. 2 ചോയ്സസ് ആണ്. 2 ചോയ്സസ് മാറ്റി ഒരു ചോയ്സസ് എടുക്കാൻ മാക്സിമം ശ്രമിക്കുക. സോ ബാലൻസ് ആണ് ഇവിടെ കൊണ്ടുവരേണ്ടത് കേട്ടോ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് പുണർദം നാള്. അവർ കുറേ പഴയ ആളുകൾ സ്വപ്നം കാണുന്നുണ്ടായിരിക്കും. പഴയ ആൾക്കാർ നമുക്ക് 6 നിങ്ങൾക്ക് മെമ്മറീസ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ചൈൽഡ്ഹുഡ് ഡ്രീംസ്, ചൈൽഡ്ഹുഡ് ആയിട്ടുള്ള ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. പഴയ മെമ്മറീസ് ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ 6 ഓഫ് സോഴ്സ് കാണിക്കുന്നത് നിങ്ങളുടെ ഒരു ഫാമിലി ലൈഫ് ഉണ്ടെങ്കിൽ ഫാമിലി ലൈഫിൽ കുറച്ചുകൂടി മാറ്റം വരുന്നുണ്ടായിരിക്കും. യെസ്, കുറച്ചുകൂടി നിങ്ങൾ ഫാമിലി ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് പോകാനുള്ള ചാൻസസ് കാണിക്കുന്നുണ്ട്. ഒരു പാർട്ട്ണർഷിപ്പ് കാണിക്കുന്നുണ്ട്. സോ 6ൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. 6 ഓഫ് കപ്സ്, നല്ലൊരു സോൾമേറ്റ് വരാം നിങ്ങളുടെ ലൈഫിലേക്ക്. ആ ഒരു സോൾമേറ്റുമായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ അപ്പ് ഡൗൺ മാറുന്നത് കാണാൻ പറ്റും. നിങ്ങൾ ഫാമിലി ആയിട്ട് സെറ്റിൽ ആവാനൊക്കെ ചാൻസസ് കാണിക്കുന്നുണ്ട് കേട്ടോ. സോ ഇതാണ് പുണർദം നാളിനുള്ള മെസ്സേജ്. നെക്സ്റ്റ് പൂയത്തിലേക്ക് പോവാം. നിങ്ങൾക്ക് ഒരു കാർമിക് ആയിട്ടുള്ള എനർജിയാണ് കാണിക്കുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ ആൻഡ് ഹെർമിറ്റ് ആണ്. കുറച്ചുകൂടിയും ആത്മാവിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലേണ്ട ടൈമായിരിക്കും. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു സൈക്കിൾ കഴിഞ്ഞ് അടുത്ത സൈക്കിളിലേക്ക് പോകുന്നു. കുറച്ച് ദുർഘടമായിട്ടുള്ള സൈക്കിളാണെങ്കിൽ അടുത്ത നല്ല സൈക്കിളിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. കാർമിക് സൈക്കിൾ എൻഡ് ആവുന്നു, അടുത്ത സൈക്കിൾ ഓപ്പൺ ആവുന്നതായിട്ട് കാണുന്നു. വീൽ ഓഫ് ഫോർച്യൂൺ ആണ് കേട്ടോ. ഇനി ഇവിടെ ഹെർമിറ്റാണ് പറയുന്നത്. നിങ്ങൾക്ക് ആത്മാവിൻ്റെ ലോകത്തിലേക്ക് അല്ലെങ്കിൽ കുറച്ച് നിങ്ങൾ ഈ റാന്തലിലേക്കാണ് ഈ ഒരു പേഴ്സൺ നോക്കുന്നത് ആണോ? അല്ല, ഈ ഒരു പേഴ്സൺ റാന്തൽ പിടിച്ചിട്ട് ആളുടെ ഉള്ളിലേക്കാണ് നോക്കുന്നത്. പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ റാന്തലിലേക്കാണ്. അല്ല, അവൻ്റെ ഉള്ളിലത്തെ വെളിച്ചത്തെയാണ് തേടുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സമയം പോയം നാളുള്ളവർക്ക് കുറച്ച് ഈസ് എ ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുടെ സോൾ സെർച്ച് ചെയ്യാനുള്ള ഇത് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ആത്മാവിലേക്ക് തിരിയുന്നതായിട്ടും നിങ്ങളുടെ ആത്മാവിലേക്ക് കൂടുതൽ നോക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. സോ ഇതാണ് പൂയം നക്ഷത്രത്തിൽ പോകുന്നവർക്കുള്ള ജനറൽ റീഡിംഗ് ആണ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിലൊക്കെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. നമ്പർ താഴെ കൊടുക്കാം. നെക്സ്റ്റ് നാള് ആയില്യാണ്. പാമ്പിൻ്റെ നാളെന്നാണ് പറയാറുള്ളത് അല്ലേ. നൈറ്റ് ഓഫ് സോർഡ്സ് ആൻഡ് സ്ട്രെങ്ത്. പെട്ടെന്ന് ദേഷ്യമുള്ള ആൾക്കാരാണ്. എടുത്ത് ചാടി തീരുമാനം എടുക്കുന്ന ആൾക്കാരാണ് കാണുന്നു. നിങ്ങളുടെ ലൈഫിലേക്ക് പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഓടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ഒട്ടും ശക്തിയില്ല എന്ന് തോന്നുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ശക്തി ഡെവലപ്പ് ചെയ്യാനോ നിങ്ങൾക്ക് എനിക്ക് ഇത്ര കോൺഫിഡൻസ് ഉണ്ടോ, എനിക്ക് ഇത്ര സ്ട്രെങ്ത് ഉണ്ടോ, എനിക്ക് ഇത്രയും കാര്യങ്ങൾ ഫേസ് ചെയ്യാനുള്ള ആ ഒരു എനർജി ഉണ്ട് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള ചാൻസസ് ഒക്കെ കാണിക്കുന്നുണ്ട്. സോ നൈറ്റ് ഓഫ് സോൾസ് ആൻഡ് സ്ട്രെങ്ത് ആണ് കാണിക്കുന്നത്. നിങ്ങൾ ഇന്നർ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാൻ പോകുന്ന സമയമാണ്. അങ്ങനത്തെ പല സിറ്റുവേഷൻസും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാനുള്ള ചാൻസസും കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇന്ന് ഈ ഒരു ഫസ്റ്റ് വീഡിയോയിൽ ചിത്തിര വരെയാണ് റീഡ് ചെയ്യുന്നത്, 14 സോഡിയാക് സൈൻസ്. അടുത്ത വീഡിയോയിൽ ബാക്കി 14 കൂടെ നമുക്ക് ചെയ്യും. എല്ലാം കൂടെ വീഡിയോ ചെയ്യുമ്പോൾ ഭയങ്കര വലിയ വീഡിയോ ചെയ്യും. ഓക്കെ.